കുറിച്ച് പറയാതിരിക്കുക ഞങ്ങളുടെ കാര്യം. ഒരു തിരുവചനം നിങ്ങളുടെ ഭാഗത്ത് കുറ്റമില്ലേ? അല്ല, നിങ്ങളുടെ ഭാഗത്ത് കുറ്റമില്ലേ? ഒരു തിരുവചന തിരുവചനം അവിടെ നിൽക്കട്ടെ. തിരുവചനം ഇത്ര ചൊറിയുന്നത് എനിക്കൊരു ചൊറിച്ചിലുള്ളൂ. പക്ഷെ ഞാൻ നിങ്ങളുടെ ഭാഗത്തെ കുറിച്ച് ചോദിച്ചിട്ട് നിങ്ങൾ ഇതുവരെ വേണ്ടിയോ? അപ്പൊ ആർക്കാ ശരിക്കും ചൊറിച്ചത്? അതിന് ഇത്രയും വൃത്തികെട്ട വചനം വേറെ എവിടെ ഇല്ലല്ലോ. വേറെ വചനം ഞാൻ കാണിച്ചിട്ടുണ്ടോ? ആ വായിക്ക്. എന്നാ പറ, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട പറ. എന്റെ പേര് അജീഷ് അലി. അപ്പൊ ഞാൻ ഏത് മതത്തിലാവും? മുസ്ലിം ആണോ? അജീഷ് അലി മുസ്ലിമോ? അജീഷ് എന്ന് പറയുന്നത് സാധാരണ ഹിന്ദുക്കളുടെ പേര്, ക്രിസ്ത്യാനികളുടെ പേരും അജീഷ് എന്ന് ഇടാറുണ്ട്. പക്ഷെ അലി എന്നുള്ളത് മുസ്ലിം പേരാണ്. സങ്കരനോ? ഈ സ്വന്തം മതത്തെ കുറിച്ച് പറയാൻ ആംബിയല്ല. ഏത് മതത്തിൽപ്പെട്ട പറ. സ്വന്തം മതത്തെ കുറിച്ച് പറയാൻ പേടിയാണോ? മനസ്സിലായില്ലേ? നീ മുസ്ലിം ആണോ അതോ നിന്റെ അജീഷ് അലി എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് പ്രകാരമാണ്. നിങ്ങൾ ആർജവത്തോടെ പറ മനുഷ്യ. ഇതാണ് അല്ല, നിക്കട്ടെ ഒരു മിനിറ്റ്. എന്റെ പട്ടിക്ക് എന്റെ പേര് ഞാൻ കൈസർ ഇട്ടേക്കുന്നത് കൈസർ എന്നാണ്. അപ്പൊ അവൻ തന്നെ അവരുടെ റോമനാവോ, ഇറ്റലിക്കാരനാവോ? അപ്പൊ അതുകൊണ്ട് അല്ല, ഒരു കാര്യം ഈ ആരിഫ് ഹുസൈൻ എന്നൊരു പേരിട്ട് കഴിഞ്ഞാൽ അത് മുസ്ലിം ആവും ഉടനെ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ഡാമേജ് ഇല്ലാതെ പോകാം. അതായിരിക്കും ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ ഇട്ടു ഒരു വചനം ഇട്ടു, അതിലും വൃത്തിയായിട്ട് നിങ്ങൾ ഏത് ഞാൻ മുസ്ലിമാണ്. മുസ്ലിമാണ്. ഓക്കെ, മുസ്ലിമായിട്ടാണോ ഈ കണ്ണവന്റെ ബൈബിളോട്ട് കയറുന്നത്? വൃത്തിയായിട്ട് വചനം, തിരുവചനത്തിന് എനിക്ക് ഇത്ര നാണക്കേട് എന്തിനാ? എന്തിനു ഞങ്ങൾക്ക് ഇത്ര നാണക്കേട്? പിന്നെ നീ ഇത്ര ട്രിഗർ ആവുന്നത്? എടാ, സ്വന്തം മുഖത്തേക്ക് പറയാനല്ലോ, വല്ലവന്റെ മുഖത്ത് കയറുമ്പോഴാണ് ഈ ട്രിഗർ ആവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എടാ, ഒരു വിഷയമില്ല. ഞാൻ ചോദിക്കുന്ന ആ വചനത്തിന്റെ താഴത്തെ ഭാഗം നീ കണ്ടിട്ടുണ്ടോ? നീ കണ്ടിട്ടുണ്ടോ? താഴത്തെ ഭാഗം നീ കണ്ടിട്ടുണ്ടോ? അത് പറഞ്ഞു. യെരുശലേമിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് പിന്നെ നിനക്കത് അറിയാലോ. പിന്നെ നീ വൃത്തികേടാണ് പറയുന്നത്. അത് നാണമാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കട്ടെ. എടാ, അതേ നേരം തന്നെ തുടുത്ത മുലയുള്ള പെണ്ണുങ്ങളെ നിനക്ക് സ്വർഗത്തിൽ പൂശാൻ തരും എന്ന് പറയുന്നത് നല്ല കിടിലൻ സാധനമാണോ? അപ്പോഴും നിങ്ങൾ കഴിക്കാൻ പറഞ്ഞത് നല്ല സൂപ്പർ സാധനമാണോ? എടാ, തുടുത്ത മാറിടമുള്ള പെണ്ണുങ്ങളെ നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ അള്ളാഹു കൂട്ടി കൊടുക്കുന്ന പരിപാടി, അതല്ല സൂപ്പർ പരിപാടിയാണോ? ഇത് പറ എന്താ അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്? ഞാൻ വചനം എടുത്തു തരണ്ടേ? തുടുത്ത മാറിടമുള്ള പെണ്ണുങ്ങളെ നിങ്ങൾക്ക് കട്ടിലെ വരിയായിട്ടിട്ട് തരുന്നേ. ഇനി ഭർത്താക്കന്മാരുള്ള സ്ത്രീകളെ പിടിച്ചിട്ട് പൂശാൻ നേരത്ത് ലിംഗം പുറത്തിറക്കണമെന്ന് ചോദിക്കുന്നത് നല്ല കാര്യമാണോ? ലിംഗത്തിന്ന് ഇത് വരാൻ നേരത്ത് അസൽ ചെയ്യാന്ന് പറഞ്ഞത്? അസൽ ചെയ്യാ പറയടാ. അസൽ ചെയ്യാന്ന് പറഞ്ഞ എന്താ? നീ പറ. ഇത് ഹദീസിലുള്ള കാര്യമാണ്. വായിച്ചേപ്പിക്കണം. ഇനി ഇതെല്ലാം വായിച്ചേപ്പിച്ചിട്ട് ഓക്കെ, ഇനി ഇതെല്ലാം വായിച്ചേപ്പിക്കാം. നീ വായിച്ചേപ്പിക്കാനല്ല പറഞ്ഞ. ഇനി ഇതെല്ലാം വായിച്ചേപ്പിക്കാം. നീ വീട്ടിൽ തിരി. 9 പേരുടെ കാര്യം കൂടി നേരം വെളുക്കുന്നവരെ അത് പിന്നത്തെ. ഏതായാലും ഇവൻ വന്ന എനിക്കിട്ട് അടിച്ചോ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മള് 2 കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല. അടി എല്ലാരും ഓരോരുത്തരായിട്ട് തുടങ്ങണം. അത് ബറോസ് ബ്രദറെ, ഇവൻ എന്ത് പ്രകോപനം ഉണ്ടാക്കിയാലും ഇവനെ വിടരുത് കേട്ടോ. പോയോ? ഓടിയോ? അയ്യോ, ഇത്രക്കേ ഉള്ളൂ അജി. ശ്യാമലെ, ഇത് മാമനെ പേടിക്കില്ല. അവൻ പോയി കളിച്ചേച്ചു വരും മറ്റേ സാധനം. ഇപ്പൊ ഇല്ല റെജി ബ്രദറെ, ഇത് നമ്മുടെ റൂമിൽ ഒരു ദിവസം ഇതേമാതിരി വളരെ വിളിച്ച് കയറ്റിയിട്ട് ആ വചനം കംപ്ലീറ്റ് വായിച്ചു. യെരുശലേമും ശമരിയെ പറ്റി പ്രവാചകൻ പറയുന്നതാണ് അവരുടെ മ്ലേച്ഛത കൊണ്ട്. ഇതൊക്കെ പറഞ്ഞ് യെസ് എന്ന് പറഞ്ഞിട്ട് പോയാൽ ഒരു കാര്യമുണ്ട്. ഞാനൊരു കാര്യം പറയാവട്ടെ. ഞാൻ ആ പറഞ്ഞ തെളിവ് ഞാൻ മേളിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഇസ്ലാമിക നിയമപ്രകാരം ഒരു രാജ്യത്ത് എങ്ങനെ വോട്ട് ചെയ്യണമെന്നുള്ളതും ഒരു കാൻഡിഡേറ്റ് എങ്ങനെ മത്സരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ട് തെളിവാണ് ഞാൻ മേലോട്ട് islamq.info. ഈ islamq.info ഇട്ടോ ഞാൻ എടുക്കാൻ കാരണം നമ്മുടെ മുഹമ്മദ് ഈസ അണ്ണന് പെരുത്ത ഇഷ്ടമുള്ള സാധനമാണ്.
അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് എന്ത് സംശയം ഉണ്ടായിരുന്നത് ഈ വെബ്സൈറ്റിൽ കയറിക്കോ, നോക്കിക്കോ, പഠിച്ചോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തിരിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. ജാമ്യത്തിൽ താഴെ ഇരിപ്പുള്ളേ ഇവിടെ സ്പീക്കർ പാനലിൽ ഇരിപ്പുണ്ടല്ലോ, ഞാൻ വെയിറ്റ് ചെയ്തു. കോഴിക്ക് എന്തെങ്കിലും ജാമത ടീച്ചറുമായിട്ട് സംവാദിക്കണം എന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ കോഴീനെ വിളിക്കാം കേട്ടോ. കോഴിക്ക് കിട്ടി അടിക്കൊന്നും ഇത് പോരെന്ന് തോന്നുന്നു. കോഴിക്ക് അടി കിട്ടിയ തീരുള്ളെന്ന് തോന്നുന്നു. ഇത് അള്ളാഹു ഇറക്കി കൊടുത്ത സാധനമാണ് തോറ എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, ഞാൻ ജാമിത ടീച്ചർ ഒരു ചോദ്യം ചോദിക്കാതെ, കാലകത്താൻ പറഞ്ഞ ജാമിത ടീച്ചർക്ക് അറിയോ ബൈബിളില് സ്ത്രീകളെ കാലകത്തിരിക്കാൻ? യഹെസ്കേൽ 16:25. ഞങ്ങൾ ഇച്ചിരി മുമ്പ് അതാ വായിച്ചോണ്ടിരുന്നത്. ഞങ്ങൾ തുണി മാറി ഇത് തന്നെ ഞാനും പറഞ്ഞ മറ്റേ സ്ത്രീകൾ വെറുതെ ഇരിക്കുക പട്ടണ അതിന്റെ പോയോ തെറി പറയും പെണ്ണുങ്ങളൊക്കെ ഇരിക്കുന്നതല്ലേ. മാമനച്ചായ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇവനെയൊക്കെ നമുക്ക് വല്ലപ്പോഴൊക്കെ കിട്ടുള്ളൂ. അത് ജാമത ടീച്ചറും കൂടെ വന്ന ഒരു സന്ദർഭത്തിൽ ഇവനെ ഇവനെ നമ്മൾ പുറത്ത് കാണിക്കണം. ഇവന്റെ ഐഡിയോളജി, ഇവന്റെ വർത്തമാനം ഒക്കെ നമ്മൾ പുറത്ത് നാട്ടുകാർ അറിയണമെന്നേ. നമ്മൾ വിടരുത് ഇവനെ. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ തബരിക്കെടുക്കാൻ ഓടിപ്പിടിക്കുന്ന കേട്ടാ പോയി. എടാ കോഴി, നിന്റെ ആയിഷമ്മയ്ക്ക് സഫാന്റെ കൂടെ പോയ പിന്നെ കാലം അടുപ്പിക്കാൻ സമയം കിട്ടിയിട്ടില്ല. എന്നിട്ടാണ് നീ വെറുതെ നമ്മൾ സംസാരിക്കുന്ന പോലല്ല. ജാമത ടീച്ചറും ഈ നിസൂരെ പോലെ ഉള്ള ഒരാളും സംസാരിക്കുമ്പോൾ ഉള്ള ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് അവർക്ക് വളരെ 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 വലുതാണ്. അപ്പൊ നിസൂന് അത് സംസാരിക്കാനുള്ള ഗട്സ് ഉണ്ടെങ്കിൽ നിസു സംസാരിക്കട്ടെ, ജാമത ടീച്ചറുമായിട്ട് സംസാരിക്കട്ടെ, നമുക്ക് നോക്കാലോ, നാട്ടുകാരും കൂടെ കേൾക്കട്ടെ. ഞാനിവിടെ ജാമത ടീച്ചർ ഉള്ളതുകൊണ്ടോ, അല്ലെങ്കിൽ അവന് ഞാൻ മറുപടി കൊടുത്തന്നെ. അവന്റെ പ്രമാണത്തിന് അതൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ജാമത ടീച്ചർ മാത്രല്ല, ഇവിടെ സ്ത്രീകളെല്ലാം പുറത്താക്കേണ്ടി വരും. ചർച്ച തുടങ്ങുമ്പോൾ സ്ത്രീകൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇവന്മാരുടെ മാതിരിയുള്ള ഒരു റൂമിന്റെ ടൈറ്റിലും മാറ്റണം. ഈ വിഷയം ചർച്ച ചെയ്യാൻ പറ്റുമോ? മരുമകളെ കണ്ട രംഗം നമുക്ക് പറിച്ചായിട്ട് വായിക്കാൻ പറ്റുമോ? എന്താ ഈ പറഞ്ഞ അസൽ ചെയ്യുന്ന പരിപാടി വാർത്ത വായിക്കാൻ പറ്റുമോ? ഞാൻ ഇതിനും അർജുനോട് ചോദിച്ചു, എന്താ ഈ അസൽ എന്ന് പറയുന്ന വാക്ക്? ഹദീസിലുള്ള സാധനമല്ലേ, എന്തോ അത്? അവനത് ചോദിച്ചപ്പോഴേ മുങ്ങി. അടുത്ത മുഫാക്കത്ത, ഇതൊക്കെ നല്ല വാക്കുകളാണ്. ഇവൻ പറഞ്ഞ ബൈബിളിൽ കുറെ വൃത്തികെട്ട സംഭവങ്ങളുണ്ട്. ഇവിടെ ഒന്നേ ബൈബിളിൽ കുറെ ഉപവായിട്ട് കുറെ വൃത്തികെട്ട സംഭവങ്ങളുണ്ട്. വൃത്തികേടായിട്ട് തന്നെ പറയുന്നുള്ളൂ. പക്ഷെ ഇത് അസൽ ചെയ്യുന്ന പരിപാടി നിങ്ങൾ പറഞ്ഞത് അത് മുഹമ്മദിന്റെ ഏറ്റവും വലിയ പുണ്യപ്രവർത്തിയാണെന്ന് പറയുന്നത്. അസൽ പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചു കൊടുത്ത കാര്യം. മുഫാക്കത്ത എന്താ സംഭവം? ഇതൊക്കെ പറയാൻ കൊള്ളുന്ന കാര്യമാണോ? നിക്കാമത്ത, അത് നിരോധിച്ച സാധനമാണെങ്കിലും നിന്ന് അനുഭവിച്ച് ആയ കാലത്ത് കാര്യമില്ലാത്ത സമയത്ത് കാണിച്ച തോന്നിവാസമാണത്. കുറച്ച് കാലഘട്ടത്തിലേക്കാണെങ്കിലും ഇത് ചെയ്ത കാര്യമാണ്. ഇതൊക്കെ പറയാൻ കൊള്ളുന്ന കാര്യങ്ങളാണോ? അങ്ങനെ തരാൻ മകിടക്കുന്നത് പോട്ടെ. വിവാഹത്തിന് ആള് വാക്കാണോ? കൊള്ളാവുന്ന വാക്കാണോ? നമുക്ക് ടീച്ചർക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുക്കണ്ടായോ? ടീച്ചറെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംസാരിക്കാവോ? ടീച്ചർ കേൾക്കുന്നില്ല തോന്നുന്നു. കേൾക്കാമോ? സംസാരിക്കാവോ എന്തെങ്കിലും ഒരു വിഷയത്തില്? അല്ല, നമുക്കിപ്പോ ഇന്ന് സംസാരിക്കാൻ ഏറ്റവും വലിയ വിഷയമുണ്ടല്ലോ, KM ഷാജിയുടെ പ്രസ്താവന. അതുപോലെ നമ്മുടെ VD സതീശൻ ജമാഅത്തെ ഇസ്ലാമിയെ മതേതര സംഘടനയാക്കി മാറ്റിയത്. ഇനിയും നാളത്തെ കേരളത്തിന്റെ ഭാവി എന്താകും? അങ്ങനെയൊക്കെ നമ്മളെയൊക്കെ ഒരുപാട് പേരെ പേഴ്സണലായിട്ടും അതുപോലെ സാമുദായികമായിട്ടും സാമൂഹികമായിട്ടും ബാധിക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾ ഇവിടെ കിടക്കുമ്പോൾ പ്രായപൂർത്തിയായ സ്ത്രീക്ക് മുല കൊടുക്കുന്ന വചനമൊന്നും നമ്മുടെ അജീഷ് അലി കണ്ടിട്ടില്ല. അപ്പം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മുടെ മുമ്പിൽ കാണുന്ന ശരാശരി 100 മുസ്ലിങ്ങളെ എടുത്താൽ 99.9 ആളുകളും ഈ പ്രമാണം കണ്ടിട്ടില്ല. അവർക്കിതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. കഴിഞ്ഞൊരു ദിവസം എൻ്റെ ഒരുപാട് പ്രേക്ഷകന്മാർ പറഞ്ഞിട്ട് ഞാനും എൻ്റെ ഇക്കായും തമ്മിലൊരു ലൈവ് വന്നിരുന്നു. ആ ചർച്ച കേട്ടാലുണ്ടല്ലോ, കൈയില്ലാത്തവൻ എഴുന്നേറ്റ് നിന്ന് ഇക്കാക്ക് അടി കൊടുക്കും. ഖുർആനിൽ യുദ്ധമില്ല,
പ്രവാചകനെ പോലെ ഒരു സമാധാനപ്രിയൻ വേറെയില്ല. നിന്നെ പോലെയുള്ള ശത്രുക്കളാണ് ഇസ്ലാമിനെ കളവാക്കി പറയുന്നത്. എന്തൊക്കെയാണായിരുന്നു പറയുന്നത്? എന്നാൽ മര്യാദയ്ക്ക് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നിവർക്ക് അറിയാമോ? അറിയില്ല. എൻ്റെ ലൈഫ് പാർട്ട്ണറാണ്. ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ആശയപരമായിട്ട് എന്തെങ്കിലും രൂപത്തിൽ സംവദിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ വിശ്വാസം അനുസരിച്ചിട്ട് ഫോളോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് എൻ്റെ ആശയം അനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ സ്വാതന്ത്ര്യമുണ്ട്. മക്കളെ മതം പഠിപ്പിച്ചിട്ടുമില്ല. അവർക്ക് ഭരണഘടന അനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 1 മണിക്കൂർ ചർച്ച കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അന്തം വിട്ടുപോയി. അയ്യോ, ഇങ്ങനെയൊക്കെയാണോ ഒരു ശരാശരി മുസ്ലിമിൻ്റെ ധാരണ എന്ന് തോന്നിപ്പോയി. ഒന്നാമത്തെ കാര്യം, ഇവർക്ക് ഇസ്ലാമിക ഗ്രന്ഥങ്ങളെക്കുറിച്ച് യാതൊന്നും വശമില്ല. ഇപ്പൊ തന്നെ അയാള് ബൈബിളിന്റെ കാര്യം പറഞ്ഞത് കേട്ടോ. നമ്മുടെ കണ്ണിൽ വലിയ കോല് കിടക്കുക, അതിനെക്കുറിച്ച് കാണാനോ പറയാനോ ഇവർക്ക് പറ്റില്ല. നമ്മളിപ്പോൾ ബണ്ടി ചോറിന്റെ കാര്യം പറഞ്ഞാൽ ഇവര് കഷായം ഗ്രീഷ്മയെ എടുത്തുകൊണ്ട് വരും. അതായത് ഇവർക്ക് എപ്പോഴും ബാലൻസ് ചെയ്യുക എന്നതാണ് ഇവരുടെ തത്വം. ഇപ്പോൾ മതമാണ് ഞങ്ങളുടെ പ്രശ്നമെന്നും മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് കോൺഗ്രസ് അധികാരം പിടിക്കുന്നതെന്നുമല്ലേ KM ഷാജി പറഞ്ഞത്. ഇനി എന്താകും നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ? പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ വിദേശ ഫണ്ടിങ്ങും തീവ്രവാദ ബന്ധങ്ങൾ തുർക്കി അടക്കമുള്ള ഭരണാധികാരികളുമായിട്ട് ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നതിന് വേണ്ടി കരാറുണ്ടാക്കി ഈ രാജ്യത്തെ വിൽക്കാൻ വേണ്ടി പണം ഉറപ്പിച്ചു എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള ഹൈക്കോടതി പോപ്പുലർ ഫ്രണ്ടിനെയും SDPI തീവ്രവാദ സംഘടനകളാണ് എന്ന് പറഞ്ഞത്. എന്നിട്ട് ആ സംഘടനയെ നിരോധിക്കാനും ആ സംഘടനയെ റെയ്ഡ് ചെയ്യാനും കേന്ദ്ര അന്വേഷണ ഏജൻസി കേരളം വളഞ്ഞപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എന്താ? മുസ്ലിം വിഭാഗത്തെ വേട്ടയാടുന്നു എന്നവർക്ക് തോന്നരുത് എന്ന്. ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദി എഴുതിയ എല്ലാ പുസ്തകങ്ങളും ഇപ്പൊ IPH ഉണ്ട്, ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് ഇറക്കിയ എല്ലാ പുസ്തകത്തിലും ജനാധിപത്യം, മതേതരത്വം, ദേശീയത, ഇത് മൂന്നും വിരോധാഭാസമാണ്, ഇത് അനാവശ്യമാണ്, ഇത് പാടില്ലാത്തതാണ് എന്ന് എഴുതി വെച്ച പുസ്തകങ്ങൾ നമ്മുടെ ഈ കേരളക്കരയിൽ വിപണനം ചെയ്യുവാണ്. അപ്പൊ അവരെ ഇസ്ലാമിക രാജ്യത്തിനു വേണ്ടി നമ്മൾ അഹോരാത്രം പ്രയത്നിക്കണം എന്നത് നമ്മുടെ സൃഷ്ടാവ് നമ്മളെ പഠിപ്പിച്ചതാണ് എന്നാണ് മൗദൂദിയുടെ ആശയം. ആ ആശയം ഇന്നും പിൻവലിക്കാതെ അവരുടെ ആ മുഖവുര എഴുതിയ പുസ്തകങ്ങൾ ഇന്ന് നിലനിൽക്കുമ്പോൾ നമ്മുടെ VD സതീശൻ വന്ന് പറയുവാണ്, ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് എതിരല്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് പഴയതുപോലെയുള്ള ഇസ്ലാം മത രാഷ്ട്രവാദമൊന്നുമില്ല, അതേപോലും ഖലീഫ കുപ്പായം തച്ചു വെച്ചിരിക്കുവാണെന്ന് അവർ തന്നെയാ പറയുന്നത്. വാണിയമ്പലത്തെ പോലെയുള്ള ആളുകൾ തന്നെയാണ് പറയുന്നത് ഞങ്ങൾക്ക് ഇസ്ലാമിക രാഷ്ട്രം വേണം, ഞങ്ങൾക്കൊരു മുസ്ലിം ഭരണാധികാരിയുടെ കീഴിൽ ഭരിക്കപ്പെട്ടാലേ ഞങ്ങളുടെ വിശ്വാസം പൂർണ്ണമാകൂ, ഞങ്ങൾക്ക് ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരണം എന്ന് പ്രത്യക്ഷമായി പബ്ലിക് വേദിയിൽ അയാളെ പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ട് പോലും VD സതീശൻ പറയുന്നു ഇല്ല, ജമാഅത്തെ ഇസ്ലാമി ഒരു മതേതര പ്രസ്ഥാനമാണെന്ന്. ഭയപ്പെടണ്ടേ? നാളെ നമുക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് ഈ കേരളത്തിൽ വിമർശിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇനി നമ്മുടെയൊക്കെ പേരിൽ കേസിന്റെ കൂമ്പാരമായിരിക്കും. ഒന്ന് മതസ്പർദ്ധ, മതവിരോധം, പ്രവാചക നിന്ന, മതനിന്ന, ആക്ഷേപ പ്രസംഗം, മതവികാരം വ്രണപ്പെടുത്തൽ എന്ന് തുടങ്ങി കേസുകളുടെ കൂമ്പാരമായിരിക്കും. നമ്മൾ ഏതു വാതിലിൽ പോയി മുട്ടും? ഞാൻ ആ അങ്കലാപ്പിലാണ് ഇരിക്കുന്നത്. ഇപ്പം കമ്മികൾ ഭരിച്ചാലും വലിയ മാറ്റമൊന്നുമില്ലെങ്കിൽ പോലും ഇവര് പ്രത്യക്ഷമായി ഇസ്ലാം മത തീവ്രവാദത്തെ അഹോരാത്രം പ്രീണിപ്പിക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇനി അധികാരത്തിൽ വന്നാൽ, അല്ലെങ്കിൽ തന്നെ വാ പോയ കോടാലിയെ പോലെയുള്ള VD സതീശന്മാരാണ്, അതല്ലെങ്കിൽ KC വേണുഗോപാൽ, ഇവരൊക്കെയാണ് ഭരിക്കുന്നതെങ്കിൽ എന്താകും നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെയാണോ VD സതീശൻ പ്രസംഗിച്ചത്? അത്രയും മഹറിനെ കുറിച്ചും പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ചും ആ ജീവിതം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കാവുന്ന മാറ്റങ്ങളെ കുറിച്ചുമൊക്കെ ഒരു പക്ഷേ സിംസാർ ഹക്ക് ഹുദവി പോലും, അതല്ലെങ്കിൽ അലിയാർ കാസിമിയോ സാക്കിർ നായിക്കോ പോലും പ്രസംഗിക്കുന്നതിനേക്കാൾ വെടിപ്പോടുകൂടി ഒരു ഇസ്ലാം മത പ്രചാരകനെ പോലെ സംസാരിച്ച VD സതീശനൊക്കെയാണ് ഇനിയും ഈ ഭരണ നേതൃത്വത്തിൽ വരുന്നതെങ്കിൽ എന്താകും സംഭവിക്കുക? ഇവരെല്ലാ കാര്യങ്ങളും സാമാന്യവൽക്കരിച്ച് ഇവർക്കെല്ലാം ജനറലൈസ് ചെയ്ത് സംസാരിക്കണം. ഏതൊരു മതത്തെയും മൊത്തമായി കുറ്റപ്പെടുത്തുന്നത് ചരിത്രപരമായും സാമൂഹികമായും തെറ്റാണ് എന്ന് പറയുന്ന രീതി നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. തെറ്റിനെ തെറ്റ് എന്ന് തന്നെ പറയും. അത് ഏതു മതമായിരുന്നാലും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നാലും ഏത് വ്യക്തിയായിരുന്നാലും ശരി. അതാണ് എന്റെയൊക്കെ ആശയം. അപ്പൊ മതം എന്ന് പറയുന്നത് കോടിക്കണക്കിന് ആളുകളുടെ വികാരമായേക്കാം,
വിശ്വാസമായേക്കാം, അവരുടെ സാംസ്കാരികവും സ്വത്വവുമായിട്ടുള്ള ആവശ്യങ്ങളായേക്കാം. അത് സമൂഹത്തെ ബാധിക്കുമ്പോൾ അപരന്റെ ജീവിതത്തെ, അവന്റെ വിശ്വാസത്തെ, അവന്റെ ആശയത്തെ, അവന്റെ ആദർശത്തെ, അവന്റെ മതത്തെ, അവന്റെ മതനിരാസത്തെ, അവന്റെ രാഷ്ട്രീയത്തെ ബാധിക്കുമ്പോൾ അതൊരു സാമൂഹിക പ്രശ്നമാണ്, അതൊരു വിപത്താണ്. ഇങ്ങനെ ചിത്രീകരിക്കുന്ന രൂപത്തിലുള്ള ആശയങ്ങളെയും പ്രഭാഷണങ്ങളെയും പുസ്തകങ്ങളെയും നിലപാടുകളെയും മതവിശ്വാസികൾക്ക് വേദനയുണ്ടാകുമെന്ന് കരുതി നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റുമോ? നമുക്ക് സംസാരിച്ചല്ലേ പറ്റൂ. ഇപ്പൊ തന്നെ നമ്മുടെ ബ്രദർ ഇവിടെ പറഞ്ഞു, ഒരുപാട് സ്ത്രീകൾ ഇവിടെ ഇരിപ്പുണ്ട്, ജാമിദ ടീച്ചറൊക്കെ ഉണ്ട്, അതല്ലെങ്കിൽ ഞാൻ നല്ല മറുപടി കൊടുക്കുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഞാൻ ഇവിടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ മുറി പൂട്ടിയിട്ടിട്ടാണ് ഇതിനകത്തിരിക്കുക. കാരണം എൻ്റെ മക്കൾ എങ്ങാനും കയറി വന്നു പോയാൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഖുർആനും ഹദീസുമാണ്. ഇത് കുടുംബത്തോടെ ഇരുന്ന് ഒരാൾക്ക് കേൾക്കാൻ പറ്റുന്ന സംഗതിയല്ല എന്ന് ഇതിനകത്ത് മുങ്ങിത്തപ്പിയിട്ടുള്ള വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് നമുക്കറിയാം. ഇത് മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റുന്നതല്ല. അറ്റ്ലീസ്റ്റ് അവരതെങ്കിലും പ്രാഥമികമായിട്ടൊന്ന് മനസ്സിലാക്കണം. പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് മുല കൊടുക്കാൻ പറഞ്ഞിട്ട് ഒരു അപഹാസ്യ ചിരിയും ചിരിച്ചു പോകുന്ന പ്രവാചകന്റെ മ്ലേച്ഛതകള് നമുക്ക് പബ്ലിക്കിൽ പറയാൻ പറ്റുന്ന വസ്തുതകളാണോ? പക്ഷെ പറയാതിരിക്കാൻ പറ്റുമോ? ഇവരിതിനെ ഇങ്ങനെ വെള്ളപൂശി കൊണ്ടു നടക്കുമ്പോൾ നമുക്കത് പറഞ്ഞേ മതിയാകൂ. അപ്പൊ ഇനിയും നമുക്ക് ഇതുപോലെ ഒരു പക്ഷേ ഓപ്പണായിട്ട് ഇത്തരം വിഷയങ്ങളെ നമ്മുടെ അഭിപ്രായങ്ങൾ മാനിച്ച് തുറന്നു പറയാൻ സാധിച്ചെന്ന് വരില്ല. കാരണം കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം, മത സാഹചര്യം കലുഷിതമായി കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോ UDF കസേരയിൽ ഇരുന്നിട്ട് പിൻസീറ്റിലിരുന്ന് ആരായിരിക്കും ഭരിക്കുന്നത് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ മതത്തെ ഇവർ ദുരുപയോഗം ചെയ്യുവല്ല, ശരിക്കും യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര ഗ്രന്ഥത്തിൽ മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടി ആയിത്തീരുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണമെന്നും ഇസ്ലാം എന്ന മതത്തെ മതമായിട്ട് അംഗീകരിക്കുകയും പ്രവാചകൻ പറഞ്ഞ എല്ലാ പുഴുക്കുത്തുകളെയും നല്ലതാണ് എന്ന് അംഗീകരിക്കുകയും അള്ളാഹു പറഞ്ഞ എല്ലാ വിഷയങ്ങളും അംഗീകരിക്കുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞ രീതികളൊക്കെ ഇവർ ശരിയായിട്ട് പ്രാവർത്തികമായിട്ടൊരു ആധുനിക സമൂഹത്തിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. യഥാർത്ഥ പ്രശ്നം എന്താണ്? KM ഷാജിയെ പോലെ ഒരു നേതാവ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെ തിരിച്ചറിയാതെ ഒരു വെറും മതപണ്ഡിതനായി അതല്ലെങ്കിൽ ഒരു മതജീവിയായി ഒരു മതമാനസിക രോഗിയായിട്ട് മാത്രം മാറുമ്പോൾ ഇത് നമ്മുടെയൊക്കെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നു, നമ്മുടെയൊക്കെ വ്യക്തിത്വ വികാസത്തിന് കോട്ടം സംഭവിക്കുന്നു, നമ്മളിൽ ആകുലതയുണ്ടാകുന്നു. നമ്മുടെ മക്കളുടെ മക്കള് ഇനി വരുന്ന ജനറേഷൻ ഇവിടെ ജനാധിപത്യം ആസ്വദിച്ചു മതേതരത്വം വിശ്വസിച്ച് ജീവിക്കാൻ പറ്റണ്ടേ? അപ്പോ വിശ്വാസത്തെ സമാധാനത്തിനും സേവനത്തിനും സ്വകാര്യതയ്ക്കും ഉപയോഗിക്കേണ്ടതിന് പകരം മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ മറ്റുള്ള സ്വാതന്ത്ര്യത്തിൽ കൈകടത്താനും അവരെ അടിമയാക്കാനും ഇവരുടെ വിശ്വാസം അവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ മതം പ്രതിക്കൂട്ടിൽ കയറിയെന്നിരിക്കും. അത് രാഷ്ട്രീയമായിട്ട് പക്വതയില്ലാതെ സംസാരിക്കുവാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ മതം വില്ലനായി വരുമ്പോൾ മതത്തെ ഇങ്ങനെ പിച്ചിക്കീറി വെയിലത്ത് വെക്കേണ്ടി വരും. ആ മതം മുഴുവനും, ആ പ്രവാചകന്റെ ജീവിതം മുഴുവനും പുഴുക്കുത്തുകളാണെന്നും അശ്ലീലമാണെന്നും ഇത് പബ്ലിക്കിൽ സ്ത്രീകളോ കുട്ടികളോ അതല്ലെങ്കിൽ ഒരു കോമൺ സൊസൈറ്റിയിലോ പറയാൻ പറ്റുന്ന വസ്തുതകളല്ലെന്നും നമുക്ക് തുറന്നു പറയേണ്ടി വരും. അപ്പോൾ ഞങ്ങളുടെ മതം എന്തോ വലിയ മാനവികതയാണ് എന്ന് പറഞ്ഞ് വാദിച്ചാരെങ്കിലും വന്നാൽ അവരത് സമർത്ഥിക്കണം. നമ്മൾ ചെയ്യുന്നത് തെറ്റെന്താണ്, നമ്മൾ പറഞ്ഞതിലെ തെറ്റെന്താണ് ഇന്ന് അവരത് ബോധ്യപ്പെടുത്തേണ്ടി വരും. അതല്ലാത്തിടത്തോളം കാലം KM ഷാജിമാർ പ്രതിനിധീകരിക്കുന്ന മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഒരു മതന്യൂനപക്ഷ രാഷ്ട്രീയ പാർട്ടിക്ക് അപ്പുറം 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രീയതയെയാണ് ഒരു സമുദായത്തിൽ, ഒരു സമൂഹത്തിൽ, ഒരു സംസ്ഥാനത്തിൽ കെട്ടിവെക്കുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. മതം അടിസ്ഥാനമാക്കിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി മതമാണ് പ്രശ്നമെന്ന് പറയും. കാരണം അവർക്കത് പറഞ്ഞേ പറ്റൂ. 5 നേരം നമസ്കരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ, ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾക്ക് നൽകിയില്ലേ? അതുകൊണ്ട് സ്വന്തം രാഷ്ട്രീയ മത അടിത്തറ നിങ്ങൾക്ക് പാകണമെങ്കിൽ ആ വ്യക്തിയെ വിജയിപ്പിക്കണം എന്ന് പറയുമ്പോൾ ഒരു മതേതര സമൂഹത്തിന് ഇവർ എത്രമാത്രം ഭീഷണിയാണെന്ന് നമുക്ക് പറയണ്ടേ? ഇത്തരം പ്രസ്താവനകൾ ആർക്കാണ് അജണ്ടകൾ നടപ്പിലാക്കാൻ ആയുധമായി മാറുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ പറയുന്നത് മതം എല്ലാ കാലത്തും കുഴപ്പമാണ്. എപ്പോഴാണ് ഇത് കുഴപ്പമാകുന്നത്? അപരന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുമ്പോൾ. ഈ മതം സ്വീകരിക്കാത്തവനെ കഴുത്തിൽ കത്തിവെച്ചിട്ടാണെങ്കിലും ശരി, മര്യാദയ്ക്ക് മതം മാറിക്കോ, അതല്ലെങ്കിൽ തല ഇങ്ങോട്ട് നീട്ടിക്കോ, നമ്മള് വെട്ടിയെടുക്കട്ടെ, അതുമല്ലെങ്കിൽ നാട് വിട്ടു പൊയ്ക്കോ, അതല്ലെങ്കിൽ നികുതി തന്നിട്ട് മുന്നോട്ട് പൊയ്ക്കോ,
അതല്ലെങ്കിൽ കലിമ ചൊല്ലിക്കോ, നിക്കറൂരിൽ ലിംഗാഗ്ര ചർമ്മം ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോൾ ഇത് കുഴപ്പമല്ലേ? ഇതൊരു സാമൂഹ്യ വിപത്തല്ലേ? ഇത് ഭൂമിക്ക് ഭാരമല്ലേ? ഇത് മാനവികതയ്ക്ക് ബാധിച്ച ക്യാൻസർ അല്ലേ? ഇത് പറയേണ്ടി വരില്ലേ? ഇത് പറയുമ്പോൾ കേസ്, വഴക്ക്, മതസ്പർദ്ധ, മതവികാരം വ്രണപ്പെടുത്തൽ, മതവിരോധം, മതനിന്ദ, ഇതൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ അങ്ങോട്ട് ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ ആരിത് പറയുമെന്ന് പറ. അപ്പൊ മതമില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി അല്ല സംസാരിക്കുന്നത്. ഒരു പ്രത്യേക മതവിഭാഗം ഇങ്ങനെ തീവ്രവാദം ഒരു സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ മറ്റു മതവിഭാഗങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് ഇതൊരു സാമൂഹിക പ്രശ്നമായി മാറുന്നത്. അതല്ലാതെ ദാരിദ്ര്യമോ തൊഴിലില്ലായ്മയോ സാമ്പത്തിക അസമത്വമോ അതല്ലെങ്കിൽ രാഷ്ട്രീയ അഴിമതിയോ തുടങ്ങിയ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് മറ്റുള്ള മതവിഭാഗങ്ങളോട് ഇവര് കാണിക്കുന്ന ഈ ഒരു വിരോധം, ഇതൊന്നും കാണിക്കാതെ പറ്റില്ല. ഭരണകൂടങ്ങളുടെ വീഴ്ചകളുണ്ട് ഒരുപാട് ഈ വിഷയത്തിൽ. ഇടതനും വലതനും ഭരിച്ചു മുടിച്ച കേരളം, ഇവിടെ ഇവര് കാരണമല്ലേ PFI പോലെയുള്ള സംഘടനകൾ. വളരെ വേദനാജനകമായിട്ടുള്ള 2-3 പ്രഭാഷണങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾപ്പിച്ചു തരാം. കേട്ടാൽ തരിച്ചിരുന്നു പോകും, തലച്ചോറ് പൊളിഞ്ഞു പോകും. പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കൾ പ്രസംഗിക്കുന്നതാ. നിന്റെ ഇറച്ചിയിൽ മണ്ണു പറ്റും. എന്താണ് അതിന്റെയൊക്കെ അർത്ഥം? അരിയും മലരും കുന്തിരിക്കവും ഒക്കെ അതിന്റെ മഞ്ഞുമലയുടെ ഒരു ചെറിയ അറ്റം മാത്രമാണ്. അപ്പൊ ജനങ്ങളെ വൈകാരികമായിട്ട് മതത്തിന്റെ പേരിൽ വിഭജിക്കാനും ഇതര മതവിഭാഗങ്ങളെ വെറുക്കാനും പഠിപ്പിക്കുമ്പോൾ എവിടം മുതൽ? മദ്രസ മുതൽ, സ്കൂളുകൾ മുതൽ, അങ്ങാടികൾ മുതൽ, വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഖുർആൻ ക്ലാസുകൾ മുതൽ ഇവർ പബ്ലിക് വേദികൾ അടക്കമുള്ള ഇവരുടെ മതപ്രഭാഷണ ക്ലാസുകളിലും സ്വകാര്യതകളിലും ഒക്കെ ഇവർ ഈ വിഷയം കൊണ്ടുവരുമ്പോൾ നമ്മുടെ മക്കൾ പഠിക്കാൻ പോകുന്നു, നമ്മുടെ മക്കൾ ഇടപഴകുന്നു, നമ്മുടെ മക്കൾ പല രൂപത്തിലുള്ള കായിക കലാ വിനോദങ്ങളിലും പോകുമ്പോൾ അവർ ഇതര മതവിഭാഗങ്ങളുമായിട്ട് ആ സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് ഇടപഴകുമ്പോൾ അവൻ ഇവരെ ശത്രുവായി കാണും. നമുക്ക് പേടിയുണ്ട്. ഏത് സമയത്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ആക്രമിക്കപ്പെടുന്നത് എന്ന് നമുക്ക് ഭയമുണ്ട്. 100% ഞാൻ എൻ്റെ ഹൃദയത്തിൽ തട്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഒരു 2-3 മാസം മുമ്പ് എൻ്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു 14-15 വയസ്സുണ്ട് മോന്. അവന്റെ തലയ്ക്ക് അടിയേറ്റു. ഒരൊറ്റ ഇടിക്ക് എൻ്റെ കുഞ്ഞ് തെറിച്ചു വീഴുവാണ്. എന്ത് ചെയ്തിട്ടാ? കുഞ്ഞ് എന്ത് ചെയ്തു? ഞാൻ പേടിക്കണ്ടേ? എൻ്റെ മോള്, അവര് ഉച്ചയ്ക്ക് കുട്ടികൾ, അധ്യാപകന്റെ മകള് ചോറ് കൊണ്ടുവന്ന ടിഫിൻ പാത്രത്തിനകത്ത് നിറയെ വെള്ളം പിടിച്ചിട്ട് ആ കുഞ്ഞിന്റെ തലക്കിടിക്കുക. കുഞ്ഞു വന്ന് ഫിക്സ് വന്ന് താഴെ വീഴുന്നു. പെട്ടെന്ന് ആംബുലൻസ് പിടിച്ച് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു. ഞാൻ ഭയക്കണ്ടേ? എനിക്കെന്റെ അഭിപ്രായം തുറന്നു പറയുന്നതിന്റെ പേരിൽ ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, പ്രയാസങ്ങള് വളരെ വലുതാണ്. അപ്പൊ എന്റെ കുഞ്ഞുങ്ങളെ, ഒരു പൊതുസമൂഹത്തിൽ എന്റെ കുഞ്ഞുങ്ങളെ എനിക്ക് ഇറക്കി വിടാതെ പറ്റുമോ? അവർക്ക് പഠിക്കണ്ടേ? അവർക്ക് വിദ്യാസമ്പന്നരാകണ്ടേ? അവർക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം വേണ്ടേ? അവർക്ക് ജോലി വേണ്ടേ? അവർക്ക് കൾച്ചർ വേണ്ടേ? അപ്പൊ ഇങ്ങനെ പേടിച്ച് എനിക്കൊരു മുറിക്കകത്ത് പൂട്ടിയിട്ടിട്ട് എന്റെ കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റുമോ? അപ്പൊ ഇന്ന് ഈ സാഹചര്യമാണെങ്കിൽ നാളത്തെ സാഹചര്യം നമ്മൾ ഭയക്കണ്ടേ? മതം ഒരു വ്യക്തിയുടെ സ്വകാര്യ ബോധ്യമാണ്. അതൊരിക്കലും മറ്റുള്ളവനിലേക്ക് അടിച്ചേൽപ്പിക്കേണ്ടതില്ല. എല്ലാവർക്കും മതവും മതനിരാസവും അതിന്റെ സ്വാതന്ത്ര്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. അതിന് എവിടെ മുതൽ തുടങ്ങണം? വീട് മുതലല്ല. വീട്ടിനകത്ത് നിന്ന് ലഭിക്കുന്ന പാഠം എന്താ? കഴിഞ്ഞ ദിവസം ഒരു 25-27 വയസ്സായ ഒരു സ്ത്രീ ഒരു UKG-യിൽ പഠിക്കുന്ന കുഞ്ഞിനെ മടിയിലിരുത്തിയിട്ട് പഠിപ്പിക്കുവാണ്. മക്കളെ, നീ എങ്ങനെ ഇന്ത്യയെ രക്ഷിക്കും? അപ്പൊ ആ കുഞ്ഞു പറയാണ്, നരേന്ദ്രമോദിയെ കൊന്നിട്ട് ഞാൻ ഇന്ത്യയെ രക്ഷിക്കും. ഇങ്ങനെ 5-6 വയസ്സ് മുതൽ കുഞ്ഞുങ്ങളുടെ തലച്ചോറിലേക്ക് ടെററിസവും കൊലയും രക്തച്ചൊരിച്ചിലും ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കൊല്ലണം എന്ന ആശയവും പഠിപ്പിക്കുമ്പോൾ ജാമിദ ടീച്ചറിന്റെ കുഞ്ഞുങ്ങളെ ഏത് രൂപത്തിൽ കൈകാര്യം ചെയ്യണമെന്നാണ് ഇവരുടെ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക? അപ്പൊ മതത്തെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ആയുധമാക്കുന്നു എന്നതിനപ്പുറം ഇത് മറ്റുള്ളവരുടെ സ്വകാര്യതയെ, അവരുടെ സ്വാതന്ത്ര്യത്തെ, അവരുടെ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ അന്ധമായ ഈ വിദ്വേഷം വലിയ സാരമായ രൂപത്തിൽ ബാധിക്കുന്നു. പലരും ചോദിക്കും, മറ്റുള്ളവരുടെയൊക്കെ വിമർശനം കുറച്ചുകൂടി മൈൽഡാണല്ലോ, നിങ്ങൾക്ക് കുറച്ചൊന്ന് മൈൽഡായിട്ട് സംസാരിച്ചൂടെ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കട്ടിയായിട്ട് സംസാരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പരുക്കനായിട്ട് പരുഷമായിട്ട് സംസാരിക്കുന്നത്? എന്തിനാണ് എന്ന് ചോദിക്കാറുണ്ട്. അത്രമാത്രം തീക്ഷ്ണതയേറിയ അനുഭവങ്ങളിൽ വെന്തുരുകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് കൂടുതൽ മാർക്ക് വാങ്ങി മെഡിക്കൽ കോളേജിൽ എൻ്റെ കുട്ടിക്ക് MBBS കിട്ടിയിട്ട് പോലും ആ കുട്ടിക്ക് ജീവൻ ഭയമാണ്.
അമ്മച്ചി, ഞാൻ എങ്ങനെയാണ് തിരുവനന്തപുരത്തോ കോഴിക്കോടോ മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്നത്? ഏതെങ്കിലും രൂപത്തിൽ എന്നെ എന്റെ സുഹൃത്തുക്കൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് വിചാരിച്ചത് ഭൂമിയുടെ ഏതെങ്കിലും കോണിൽ ആ കുഞ്ഞു പോയി ജീവിച്ചിരിക്കട്ടെ. അപ്പൊ എത്രമാത്രം ഞാൻ അനുഭവിക്കുന്ന പ്രയാസത്തിന്റെ ഒരു ശതമാനം പോലും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നില്ല. പങ്കുവെക്കാൻ എനിക്ക് പറ്റില്ല. കാരണം നമുക്ക് ഒരുപാട് സ്വകാര്യ പ്രശ്നങ്ങളുണ്ട്, നിയമ പ്രശ്നങ്ങളുണ്ട്, പിന്നെ സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട്, ശത്രുക്കൾ വലവിരിച്ച് കാത്തിരിപ്പുണ്ട് എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ വിഷയത്തിൽ ആകുലതകളുണ്ട്. അതുകൊണ്ടാണ് ഒരു മതേതര ജനാധിപത്യ സമൂഹത്തില് മതം ആധിപത്യം സ്ഥാപിക്കുമ്പോൾ ഇവരുടെ മൃദു സമീപനം ഒരു സമൂഹത്തെ മുഴുവനും ബാധിക്കുന്ന അഗ്നിയായിട്ട് വരിഞ്ഞു മുറുക്കുമ്പോൾ നമുക്ക് ശക്തമായ രൂപത്തിൽ പ്രതിഷേധിക്കേണ്ടി വരുന്നത്, പ്രതികരിക്കേണ്ടി വരുന്നത്, വിമർശിക്കേണ്ടി വരുന്നത് മുസ്ലിങ്ങളോട് ശത്രുതയുള്ളത് കൊണ്ടല്ല, ഏതെങ്കിലും ഒരു മതവിഭാഗത്തോടെ എതിരഭിപ്രായം ഉള്ളത് കൊണ്ടല്ല, മറിച്ച് ഇത് സമൂഹത്തെ ബാധിക്കുന്ന ക്യാൻസറായി വളരുന്നത് കൊണ്ടാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തരം വൈറസാണ്. മെഡിസിൻ ഇല്ലാത്ത, ഒരു പ്രതിരോധവും ഇല്ലാത്ത ഒരു തരം വൈറസാണ്. ഒരാളിൽ നിന്നും 1000 പേരിലേക്ക്, ആ 1000 പേരിൽ നിന്നും 100,000 ആളുകളിലേക്ക് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ വൈറസിനെ എതിർക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? പുഴുക്കുത്തുകളാ. ശരിക്കും പറഞ്ഞാൽ മതേതര വിശ്വാസികൾ പോലും മനസ്സിലാക്കുന്നില്ല. എന്നോട് എത്രയോ ഹിന്ദു സുഹൃത്തുക്കളും ക്രിസ്ത്യൻ സുഹൃത്തുക്കളും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് ഇസ്ലാമിനോട് ഇത്ര വൈരാഗ്യം? അവർക്കത് മനസ്സിലാകുന്നില്ല. അവരുടെ മക്കൾക്ക് അതല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇവര് കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മാത്രമേ ജമാഅത്തെ ഇസ്ലാമി പോലെ, പോപ്പുലർ ഫ്രണ്ട് പോലെ, മുസ്ലിം ലീഗ് പോലെ, CPI പോലെയുള്ള ഒരു വിഭാഗം മതേതര സമൂഹത്തിന് എത്രമാത്രം ദോഷമുണ്ടാക്കുന്നതാണ് എന്നവർക്ക് മനസ്സിലാകും. നന്ദി.